നമസ്കാരം. എല്ലാ പ്രേക്ഷകരെയും കൃഷിദർശൻ ലൈവിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കാർഷിക രംഗത്ത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ ലൈവിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. കേരളത്തിലെ കാർഷിക വിളകളെ ബാധിക്കുന്ന നമ്മൾ പൊതുവെ കീടങ്ങൾ എന്ന് പറയാവുന്ന വിഭാഗത്തിൽ നിയന്ത്രിക്കാൻ ഏറ്റവും പ്രയാസമുള്ളത് എന്ന് ചോദിച്ചാൽ ഒരു ഒറ്റ ഉത്തരമേ ഉള്ളൂ: എലി. അത് മിക്കവാറും എല്ലാ വിളകളെയും ബാധിക്കുന്നുണ്ട്. നെല്ലാകട്ടെ, തെങ്ങാകട്ടെ, കൊക്കോ ആകട്ടെ, കരിമ്പ് വരെയുള്ള എല്ലാ വിളകളെയും എലികളും കാര്യമായ ശല്യം വരുന്നുണ്ട്. അതിന് നിയന്ത്രണം മറ്റ് കീടങ്ങളെ അപേക്ഷിച്ച് വളരെ പ്രയാസകരമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ കൃഷിദർശൻ ലൈവ് സജ്ജമാക്കിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ അറിവ് പങ്കിടാനായിട്ട് എത്തിയിട്ടുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ മുൻ പ്രൊഫസറും എൻഡമോളജി വിഭാഗത്തിലെ മുൻ പ്രൊഫസറായ ഡോക്ടർ സി നന്ദകുമാറാണ്. സാറിനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം സാർ, ഈ എലി ശല്യത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഇത്ര ഭീമാകാരമായ തോതിലുള്ള ഒരു പ്രശ്നമായിട്ട് മാറുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ എന്താണ്? ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യുൽപാദന ശേഷിയാണ്. അതായത് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. വളരെ ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയാണ്. അപ്പോൾ അത് ഇപ്പോൾ ഒരു ആൺ എലിയും പെണ്ണെലിയും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഗർഭകാലം ഒരു 4 ആഴ്ചയുള്ളൂ. ഒരു പ്രസവത്തിൽ ശരാശരി 5 മുതൽ 10 കുഞ്ഞുങ്ങളുണ്ടാവും. ശരി ശരി. ഈ കുഞ്ഞുങ്ങൾ തന്നെ ഒരു 4-5 ആഴ്ച മെച്ചുറാവും, ബന്ധപ്പെട്ട് അടുത്ത തലമുറ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ വേറെ മരണമൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഒരു പേർ എലികൾ ഒരു വർഷത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ വർഷത്തിൻ്റെ അവസാനം ഏകദേശം ഒരു 1200 പിൻഗാമികൾ ഉണ്ടാകാൻ പറ്റും. അത്രയും ഹൈ റേറ്റ്. വേറെയും പല കാരണങ്ങളുണ്ട്. എലി വളരെ സക്സസ്ഫുൾ. അതിൻ്റെ ഈ ഒരു ഗന്ധത്തിനുള്ള കഴിവ്, അതുപോലെ വളരെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണ ശേഷി, അതൊക്കെ വളരെ ബുദ്ധിയുള്ള ജീവി. അതിൻ്റെ ശ്രവണശേഷി, പിന്നെ കാഴ്ച, പിന്നെ മണം, ഈ സോളിഡ് മീഡിയത്തിൽ കൂടെ തന്നെ സൗണ്ടുകൾ കണ്ടുപിടിക്കാനായിട്ട് ഉണ്ട്. പിന്നെ പല്ലുകൾ അതിശക്തമാണ്. ഈ ഇൻസൈസർ പല്ലുണ്ട്, ഫ്രണ്ടിലെ പല്ലുകൾ. കരണ്ട്, അതുകൊണ്ട് ബേസിക്കലി റോഡൻ്റ് എന്ന് പറയാൻ കാര്യം തന്നെ ഈ ലാറ്റിൻ വേർഡ് റോഡർ എന്ന് പറഞ്ഞ മുൻപല്ലുകൾ. റോഡ് ലാറ്റിൻ വാക്ക് നോയിങ് അല്ല, കരണ്ട് തിന്നുന്ന സുഖം. ഏത് പ്രതികൂല സാഹചര്യത്തിൽ ജീവിക്കാനും പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. വെള്ളത്തിലായാലും വെള്ളം, സെമി അക്വാറ്റിക് വെള്ളം, കര, തെങ്ങിൻ്റെ വണ്ടിയിൽ, മരങ്ങളുടെ വണ്ടിയിൽ, അങ്ങനെ വളരെ ഏത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കീടമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിലെ കാർഷിക വിളകൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ശല്യം ഉണ്ടാകും നമ്മൾ കേട്ടില്ല തുരപ്പൻ പോലുള്ള എലികൾ. നമ്മൾ പൊതുവെ ഏതൊക്കെ ഇനങ്ങളാണ് പ്രശ്നകാരികളായിട്ടുള്ളത്? പ്രശ്നകാരികൾ മെയിനായിട്ട് ഈ എലികൾ അവരുടെ വാസസ്ഥലം വെച്ച് നോക്കുമ്പോൾ 2 ഗ്രൂപ്പായിട്ട് തരംതിരിക്കാം. ഒന്ന് ഈ വീടും പരിസരവും അതിൻ്റെ തൊടിയുമായിട്ട് ഉള്ള അതിൽ വരുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വീട്ടെലി, ഹൗസ് റാറ്റ് എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. അത് ഒരുപാട് ഡിസീസുകളൊക്കെ, രോഗങ്ങളൊക്കെ പരത്തുന്നതാണ്. പിന്നെ ഹൗസ് മൗസ് എന്ന് പറഞ്ഞാൽ ചുണ്ടലി. ഇതുകൂടാതെ പെരിച്ചാഴി ഫീൽഡിലും ഉണ്ട്, വീടുകളിലും ചുറ്റുമൊക്കെ ശല്യം ചെയ്യുന്നത്. പെരിച്ചാഴി എന്ന് പറഞ്ഞാൽ പന്നിയെലി, വലിയ എലി. ഫീൽഡിൽ കാണുന്ന എലികളാണ് നമ്മുടെ കാർഷിക മേഖലയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. ഫീൽഡിൽ കാണുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എലി എന്ന് പറയുന്നത് ബാൻഡിക്കോട്ട് ബംഗാളൻസ്. അതാണ് മെയിനായിട്ട് തുരപ്പൻ. ഈ ഫീൽഡിൽ കാണുന്ന എലികൾ മിക്കവാറും തുരന്ന് മാളങ്ങളുണ്ടാക്കി അതിലൊക്കെ ജീവിക്കുന്നു. ഇതിൽ ബാൻഡിക്കോട്ട് എന്ന് പറഞ്ഞ ബംഗാളൻസ് എന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ ഇതുകൂടാതെ പെരിച്ചാഴി എന്ന് പറഞ്ഞ എലിയുണ്ട്, ജെർബിൽ എലിയുണ്ട്, പിന്നെ തവിട്ടെലി എന്ന് പറഞ്ഞ റാറ്റസ് നോർവേ തവിട്ടെലി. അത് ഈ കുട്ടനാട് വയലിൽ കൂടുതലായിട്ട് കാണുന്ന തവിട്ടെലി വയലുണ്ട്. പിന്നെ ഫീൽഡ് മൗസ് എന്ന് പറഞ്ഞ മസ് ബൂഡോ. പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നെങ്കിൽ ഇപ്പോൾ ഈ വൈക്കൽ ലോറയിലും ഒക്കെ വന്ന് കയറി ഇപ്പോൾ ഇവിടെ മസ് ബൂടുക എന്ന് പറഞ്ഞ കൊച്ചെലി 10-15-20, പക്ഷേ വലിയ ശല്യക്കാരനാണ്. ഇങ്ങനെ വേറെ ചില ചുണ്ടലേക്ക് ഈ ഫീൽഡിൽ കാണുന്ന തന്നെ ചെറിയ സൈസ് എലികളൊക്കെ ഉണ്ട്. അപ്പോൾ 8-10 സ്പീഷീസ് എലികളുണ്ട്. അതിൽ വളരെ പ്രധാനമായിട്ടൊരു 3-4 എലികളാണ് വളരെ കൂടുതലായിട്ട് നമ്മുടെ വിളകളുള്ളത്. ബാക്കിയുള്ളത് അവരെ ലെവലിലുള്ള ഡാമേജുകളൊക്കെ നമ്മൾ ചെയ്യുന്നു. തുരപ്പിന് പുറമെ ഈ പറഞ്ഞ 4 പ്രധാനപ്പെട്ട ശല്യക്കാരൊക്കെയാണ്. തുരപ്പൻ എലി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീട്ടുവളപ്പിൽ നമ്മൾ പറഞ്ഞ ഹൗസ് റാറ്റ് ഉണ്ട്, ഹൗസ് മൗസ്. നമ്മൾ ലിസ്റ്റ് ചെയ്യണ റാങ്ക് കൊടുക്കുന്നെങ്കിൽ ബാൻഡിക്കോട്ട എന്ന് പറഞ്ഞ തുരപ്പൻ എലി, പിന്നെ അത് കഴിഞ്ഞ ഹൗസ് റാറ്റ്, പിന്നെ പെരിച്ചാഴി, ചുണ്ടലി. ചുണ്ടലിയും ആയിക്കോട്ടെ. ഹലോ നമസ്കാരം. ആരാണ്? ഹലോ. ചോദ്യം ചോദിച്ചോളൂ. വീട്ടില് ധാരാളം പെരിച്ചാഴി ഭയങ്കര ശല്യമുണ്ട് കൃഷിക്ക്. പച്ചക്കറി കൃഷി പിന്നതൊക്കെ നശിപ്പിക്കുന്നു.
കുറച്ചുകൂടെ ഉറക്കെ പറയണം. ഹലോ, ഹലോ. വീട്ടില് എന്ത് രീതിയിലുള്ള നഷ്ടമാണ് ഉണ്ടാകുന്നത്? പെരിച്ചാഴി. അതെ. അത് ഈ കൃഷി കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട്, അതൊക്കെ മാന്തി നശിപ്പിക്കുകയാണ്. അതിന് വിഷം വെച്ചിട്ടൊന്നും തിന്നണില്ല. പെരിച്ചാഴി പച്ചക്കറി കൃഷിക്ക് സാരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകുന്നുണ്ട്. എലി വിഷം വെച്ചിട്ട് അത് ഏക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഏക്കുന്നില്ല. അത് ഏത് എലി വിഷം വെച്ചു? പേര് പറയാമോ? കിട്ടുന്ന വിഷം വാങ്ങിയത് തൃശ്ശൂര് മാർക്കറ്റിൽ നിന്ന് കിട്ടിയ വിഷം. പേരൊരു പക്ഷേ അവർക്ക് പേരറിയില്ല. അപ്പോ പെരിച്ചാഴിയെ കൊല്ലാനായിട്ട് ഉള്ള ഒരു നിയന്ത്രണ മാർഗം, കെമിക്കൽ ഉപയോഗിച്ച് ഉള്ള നിയന്ത്രണ മാർഗം പറഞ്ഞു തരട്ടെ. ഒന്ന്, അതിനു മുമ്പ് കേൾക്കുന്നുണ്ടോ? അതായത് നമ്മുടെ ഈ എലി അടുത്തൊക്കെ മാളങ്ങൾ കാണും, എലിയുടെ മാളങ്ങൾ കാണും. അത് നമ്മൾ തെരഞ്ഞു പിടിച്ച് നമ്മൾ അതൊക്കെ അടയ്ക്കണം. ഗ്ലാസിൻ്റെ പീസുകളൊക്കെ കയറ്റി കല്ലൊക്കെ കയറ്റി അടയ്ക്കുക. അത് പോയിട്ട് നമ്മൾ വൈകുന്നേരം വിഷം വയ്ക്കണം. അപ്പം ഞാനൊരു വിഷം ഒരു ഒറ്റമൂലി പറഞ്ഞുതരാം. ടോർപെഡോ ബൈറ്റിംഗ് കേട്ടോളണം. നമ്മളൊരു 100 ഗ്രാം വിഷം ഉണ്ടാക്കണം. ഹലോ, 100 ഗ്രാം വിഷം തീറ്റ ഉണ്ടാക്കി അത് വെക്കണം. അത് ഉണ്ടാക്കുന്ന രീതി പറയുന്നു, കേട്ടോളണം. ഒരു 96 ഗ്രാം കൊഞ്ചിന്റെ പൊടി, പ്രോൺ പൗഡർ എടുക്കുക. കൊഞ്ചുപൊടി അത് വാങ്ങിച്ച് അത് അടുപ്പിൽ ചീനച്ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കുക. ഇതിലോട്ട് 2 ഗ്രാം, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ നല്ല സസ്യ എണ്ണ, കടലെണ്ണയോ ഒക്കെ ചേർക്കുക. അത് മിക്സ് ചെയ്ത ശേഷം ഒരു പേപ്പറിലോട്ട് തട്ടി ഇടുക. എന്നിട്ട് പിന്നെ വളരെ സൂക്ഷിച്ചുള്ള ഒരു പേപ്പറിൻ്റെ കഷ്ണവും ഈ കല്യാണത്തിൻ്റെ കാർഡും ഇട്ട് വെച്ച് 2 ഗ്രാം സിങ്ക് ഫോസ്ഫൈഡ് എന്ന് പറഞ്ഞ ഒറ്റ മാത്രം എലിവിഷമുണ്ട്, സിങ്ക് ഫോസ്ഫൈഡ്. അത് 2 ഗ്രാമേ ചേർക്കാവൂ. 2 ഗ്രാം. അപ്പോൾ 96 ഗ്രാം കൊഞ്ചുപൊടി, 2 ഗ്രാം എണ്ണ മിക്സ് ചെയ്ത ശേഷം ഈ 2 ഗ്രാം സിങ്ക് ഫോസ്ഫൈഡും ചേർത്ത് നന്നായിട്ട് ചേർക്കുക, മിക്സ് ചെയ്യുക. എന്നിട്ട് കൈ കൊണ്ട് ചെയ്യരുത്, എന്തെങ്കിലും കാർഡ് കൊണ്ട് ഇത് 4ഓ 5ഓ പങ്കായിട്ട് മാറ്റുക. എലി കൂടുതൽ ശല്യം ചെയ്യുന്ന ആ മാളങ്ങളുടെ അടുത്ത് ഏതെങ്കിലും നല്ല ഒരു ഇലയുടെ പുറത്തോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കോട്ടറ്റി ബ്രൗൺ പേപ്പറൊക്കെ ഉണ്ടല്ലോ, നനയരുത്. സിങ്ക് ഫോസ്ഫൈഡ് നനഞ്ഞു കഴിഞ്ഞാൽ അതിന് വെളുത്തുള്ളി ഒരു മണം വരും, എലി എടുക്കില്ല. വൈകുന്നേരം സന്ധ്യാസമയത്ത് എലി ശല്യം കൂടുതലുള്ള സ്ഥലത്ത് ഈ സാധനം ഉണ്ടാക്കി 4-5, അപ്പോൾ ഒരു 20-25 ഗ്രാം 4ഓ 5ഓ ഇടത്തായിട്ട് വെക്കുക. പിറ്റേന്ന് രാവിലെ തീർച്ചയായിട്ടും കൊഞ്ചുപൊടിയുടെ മണം അടിച്ചു കഴിഞ്ഞാൽ എലി എടുത്തിരിക്കും, അതെടുക്കും. അപ്പോൾ വീണ്ടും ഇത് കുറച്ച് കഴിഞ്ഞ് ആവർത്തിക്കണം. ഓക്കെ, നന്ദി സാർ. ഇപ്പം ഇതിൽ തന്നെ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാവുന്നത്, ഇപ്പം ഇതിൻ്റെ നമ്മൾ ഈ പലതും ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഫലവത്താവുന്നില്ലെന്ന് പറയുന്നതിന് പ്രധാന കാരണം വിഷത്തിൻ്റെ ഗന്ധം ഇതിന് മണക്കാൻ പറ്റുന്നുണ്ടോ? അത് പരിഹരിക്കാൻ വേണ്ടി ഈ പറഞ്ഞ മത്സ്യത്തിൻ്റെ ഉണക്ക മത്സ്യം കൊഞ്ചുപൊടിയൊക്കെ എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാം? ഇതിപ്പോൾ ടോർപെഡോ ബൈറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഇങ്ങനെ ഒറ്റമൂലിയായിട്ട് വിളിച്ചുകൊണ്ട് പറഞ്ഞു തന്നുള്ളൂ. വാസ്തുവിലെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലികൾ വളരെ ബുദ്ധിയുള്ള ജീവികൾ. അതിന് ഒരു പ്രത്യേക പ്രതിഭാസമുള്ള ബേറ്റ് ഷൈനസ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ഈ വിഷത്തീറ്റയൊക്കെ വർദ്ധിക്കാനുള്ള അപാര കഴിവ് എലികൾക്കുണ്ട്. അപ്പോൾ അതായത് നമ്മളൊരു വിഷം ഇപ്പോൾ ചേർത്ത് ഇവർക്ക് തന്നെ ഇപ്പോൾ മീനോ നമ്മൾ ചില മുട്ട പൊരിച്ച് അതിൽ ഈ കുരുമുളക് പൊടിക്ക് പകരം സിങ്ക് ഫോസ്ഫൈഡ് തേച്ച് എലിയിലേക്ക് വെച്ച് കൊടുക്കും, 1-2 എലി ചാവും. പക്ഷേ പിന്നെ അതുപോലെ, കാരണം ഈ എലികൾ വിഷമുണ്ടെങ്കിൽ വളരെ ബുദ്ധി കുറച്ച് സാമ്പിൾ ചെയ്ത് ഭക്ഷിച്ച് നോക്കിയിട്ട് അത് ഛർദ്ദിച്ച് കളയും. കുറച്ച് വയറ്റിൽ പോയാലും അതിൻ്റെ ആ ഒരു വയറുവേദനയൊക്കെ ഇതുമായിട്ട് ഈ വിഷത്തീറ്റുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കൊല്ലാൻ ബാക്കിയുള്ള എലികളെ അറിയിക്കുകയും പിന്നെ അതുമായിട്ടുള്ള ആ പ്രദേശത്ത് ആ വിഷം വെക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ശാസ്ത്രീയമായിട്ട് ചെയ്യുന്നത് നമ്മൾ പ്രീബേറ്റ് ചെയ്യാൻ പറയും. അതായത് നമ്മൾ വിഷം ചേർക്കാതെ ഇപ്പോൾ അരിപ്പൊടി, ഇപ്പോൾ 100 ഗ്രാം തീറ്റ ഉണ്ടാക്കുന്നെങ്കിൽ 96 ഗ്രാം പൊടിയരിയും അരിപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ. 50-50 സമം ചേർക്കുക. 2 ഗ്രാം സസ്യ എണ്ണ, 2 ഗ്രാം പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർക്കുക. ഇത് പ്രീബേറ്റ് ആണ്, തീറ്റയാണ്, നല്ല ക്വാളിറ്റിയാണ്. ഇത് 4-5 ഇടത്ത് വയ്ക്കുക. സന്ധ്യയില്ലാതെ ഫസ്റ്റ് ദിവസം സന്ധ്യയ്ക്ക് വയ്ക്കുന്നു. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ അത് മാറ്റണം. എലി ഭക്ഷിക്കും. എലി ശല്യമുള്ള സ്ഥലത്ത് വേണം വയ്ക്കാൻ. 3-ാമത്തെ ദിവസവും വൈകുന്നേരം വയ്ക്കുക. 4-ാമത്തെ രാവിലെ മാറ്റുക. 5-ാമത്തെ ദിവസം നമ്മൾ പറ്റിക്കണം.
ഈ പ്രീ വെയിറ്റിംഗ് കഴിഞ്ഞ് എലി എടുത്തിരിക്കും എന്നുള്ള ഷുവറാണ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ മക്കളെ. കാരണം നമ്മൾ കഴിയുന്നത് നമ്മുടെ വേർപ്പം ഇതൊന്നും വരാതെ ഇച്ചിരി ഇതിന് ഹ്യൂമൻ സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഇൻ്റലിജൻസ് മാറിപ്പോയി. 5ാമത്തെ ദിവസം നമ്മൾ സിങ്ക് ഫോസ്ഫേറ്റ്, അതായത് അപ്പോൾ ഈ ഒരു 94 ഗ്രാം അരിപ്പൊടിയുടെ കൂടെ 2 ഗ്രാം സസ്യണ്ണ, 2 ഗ്രാം ശർക്കര, 2 ഗ്രാം സിങ്ക് ഫോസ്ഫേറ്റ്. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിഷമാണ്. അതിൻ്റെ കവറ് പൊട്ടിക്കുക, നമ്മൾ വളരെ അതിൻ്റെ പാക്കറ്റ് എക്സ്പയറി ഒന്നും കഴിയാത്ത നല്ല ക്വാളിറ്റിയുള്ള പുതിയ സിങ്ക് ഫോസ്ഫൈഡ് ഒരു 1/2 ടീസ്പൂൺ ഉണ്ടാകാം. അത് ചേർത്ത് കഴിഞ്ഞിട്ട് വളരെ കെയർഫുള്ളായിട്ട് മിക്സ് ചെയ്യുക. ഇത് 4 or 5 പൊതികളായിട്ട് ബേറ്റ് സ്റ്റേഷൻ എന്ന് പറയും. നമ്മൾ ഈ വിഷം വയ്ക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞ് വീട്ടിലാണെങ്കിൽ ബേറ്റ് സ്റ്റേഷൻ എന്ന് പറയും. അവിടെ നമ്മൾ നല്ല കണ്ടെയ്നർ, ഇപ്പോൾ പണ്ടത്തെ നമ്മുടെ ഇടിഞ്ഞിലുണ്ടല്ലോ, അല്ലെങ്കിൽ പേപ്പർ പ്ലേറ്റ് കൊണ്ട്, ഇപ്പോൾ കല്യാണ പാർട്ടിക്കുള്ള പേപ്പർ പ്ലേറ്റോ ഫ്ലാറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പഴയ ഈ കുപ്പികളുടെയൊക്കെ വലിയ അടപ്പ്, അങ്ങനെയുള്ള ഏതെങ്കിലും അടപ്പ് എടുത്ത് വെച്ചിട്ട് അതിൽ ഈ തീറ്റ വെച്ച് കൊടുക്കുക. 5ാമത്തെ ദിവസം 5ാമത്തെ ദിവസം വെച്ച് പിറ്റേന്ന് രാവിലെ ഈ സിങ്ക് ഫോസ്ഫൈഡ് ചേർന്ന മാരകമായ വിഷമാണ്, വളരെ റെഡ് ലേബൽ കീടനാശിനിയാണ്. അതുകൊണ്ട് പിറ്റേന്ന് രാവിലെ ചത്ത എലികളും പിന്നെ ബാക്കിയുള്ള ഭക്ഷിച്ച് ബാക്കി വരുന്ന ബേറ്റും എല്ലാം നല്ല താഴ്ചയുള്ള കുഴിയെടുത്ത് മറവ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഒരു സയന്റിഫിക് ആയിട്ട് ചെയ്യേണ്ടത്. പലരും അത് ചെയ്യുന്നില്ല. നമ്മൾ ശാസ്ത്രീയമായിട്ട് ആദ്യം വിഷം കൊണ്ട് വെക്കുക, അല്ലെങ്കിൽ മീനിൻ്റെ ചെകളൊക്കെ അകത്ത് വെക്കുക, പിന്നെ അത് വെക്കുക. മീൻ കുഞ്ചുപ്പൊടി എന്ന് പറഞ്ഞാൽ അവർ ഒരു 1 ടൈം ഒരു പ്രോഗ്രാം, ഒരു ഷോർട്ട് പ്രോഗ്രാമിൽ ഈ ആൾക്കാർ ഈ 3 ദിവസത്തെ മെനക്കെടാൻ വയ്യാത്ത, പക്ഷെ നമ്മളൊരു എലിയ നശീകരണ ക്യാമ്പയിന് ഒരു പൊതുവായ ഒരു പ്രോഗ്രാം, ഒരു വാർഡ് തലത്തിലൊക്കെ പ്രോഗ്രാം, അതുമില്ല ഈ പറഞ്ഞ രീതിയിൽ ഈ വാർഫറിൻ പോലെയുള്ള ചില സാധനങ്ങളുണ്ടല്ലോ, അതാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. കാരണം എളുപ്പമാണ് ഉപയോഗിക്കുക, പക്ഷെ അത് എത്രത്തോളം ഫലവത്താണ്? അല്ല, അതിപ്പോൾ പറഞ്ഞത് ഈ വാർഫറിൻ എന്ന് പറയുന്നത് ഒരു എലിനാശിനി ഇപ്പം മാർക്കറ്റിലില്ല. ആ വാർഫറിൻ എന്ന് പറയുന്നത് ഈ ആന്റികോയാഗുലന്റ്, അതായത് ഈ വാർഫറിൻ ഈ അടുത്ത കാലം കുറേ വർഷം മുമ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എലികൾക്ക് ഇതൊരു ക്രോണിക് പോയിസൺ. സിങ്ക് ഫോസ്ഫേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ അക്യൂട്ട് ഒറ്റ മാത്രം വിഷമാണ്. ഇത് പല ദിവസങ്ങളായിട്ട് ഭക്ഷിച്ചാണ്. അപ്പോൾ ഇത് ഭക്ഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ചില എലികൾ, ഇപ്പം തവിട്ടെലി എന്ന് പറഞ്ഞ ബ്രൗൺ റാറ്റ്, അമേരിക്കയിലും യൂറോപ്പിലുള്ള എലിയൊക്കെ റെസിസ്റ്റൻസ്, പ്രതിരോധ ശക്തി ആർജിച്ചു. അപ്പോൾ അത് പിൻഗാമിയൊക്കെ കൊടുക്കും ജന. അപ്പോൾ അതിപ്പോൾ നിരോധിച്ചിരിക്കും. അതിന് പകരം ഒറ്റ മാത്രമേ ഉള്ള ഈ വാർഫറിന് പകരം ബ്രോമാഡൈലോൺ, അത് കേക്കായിട്ട് കിട്ടും. കേക്കായിട്ട് കിട്ടും. നമുക്ക് അതിന്റെ ഓക്കെ. ഹലോ, നമസ്കാരം. ആരാണ്? ഹലോ ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഞാൻ ശശിയുടെ നായരാണ്, ചിറയങ്കി അഴൂർ മണ്ഡലത്തിൽ നിന്ന്. അഴൂരാണ്. ശരി, സംശയം ചോദിച്ചു. ചിലമ്പിലാണ് സ്ഥലം. സംശയം ചോദിക്കാം. പിന്നെ എനിക്ക് ഈ നമ്മുടെ ഈ മരിച്ചീനി ഉണ്ടല്ലോ, മരിച്ചീനി എടുത്ത് മരിച്ചീനി, അതിന്റെ ഈ അടി കൂടി നമ്മളോട് സാധാരണ പറഞ്ഞ അടിത്തൊരപ്പനെന്നാണ്. നമ്മളിങ്ങനെ ഈ ഒന്നും പക്ഷെ മോളിലൊന്നും കാണില്ല, മോളൊന്നും തോണ്ടേയില്ല. അടി കൂടി ഇവൻ തുറന്നു വന്നിട്ട് ഇതിൽ പ്രധാനപ്പെട്ട മരിച്ചീനി അവൻ തട്ടിയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ 2 ആഴ്ച പിന്നെ പണ്ടപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് തന്നെ. നിയന്ത്രണം എന്തെങ്കിലും നോക്കിയിരുന്നോ? ഹലോ, എന്തെങ്കിലും നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ചായിരുന്നോ എലിയെ കൊല്ലാനായിട്ടോ? നമ്മൾ ഈ സാധാരണ കിട്ടുന്ന വിഷങ്ങളോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളത് പരിസരത്ത് കൊണ്ടൊന്നും വെക്കില്ല. എലി ബിസ്ക്കറ്റ് എങ്ങനെയൊക്കെ ഉള്ള കൊണ്ടൊന്നും വെക്കും, പക്ഷെ അതൊന്നും അത് എടുക്കില്ല. അപ്പൊ അത് ചെയ്യേണ്ടത് ഇപ്പൊ ഒരു ഏക്കർ മരിച്ചീനിലൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ അത് ഇടാതെ തന്നെ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരി. ഇതിപ്പോ അഴൂർ സൈഡിലേ, ഇതിപ്പോ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എലികൾക്ക് ആവശ്യമുള്ളത് ഒന്ന് ആഹാരം, വെള്ളം, പിന്നെ താമസ സ്ഥലം. ഇപ്പം അടുത്ത തെങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ തെങ്ങിൻ്റെ മണ്ടയിലായിരിക്കും താമസം. അപ്പം നമ്മളതറിയില്ല. ഒന്ന് അടുത്തുള്ള തെങ്ങുകളുടെ മണ്ടയൊക്കെ വൃത്തിയാക്കുക. പിന്നെ അതപ്പോൾ ചിലവുണ്ട്. അപ്പോൾ മിക്കവാറും എലി വളരെ ശല്യമാണ്. മരിച്ചില്ല അടുത്തൊക്കെ തെങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ തൊട്ടടുത്താവണമെന്നില്ല, എലികൾക്ക് കുറച്ചൊക്കെ ദൂരമൊക്കെ പോവും. ബാക്കിയുള്ളത് നമ്മൾ മാളങ്ങൾ എവിടെയുണ്ട്, ഭൂമിയിൽ കരഭാഗത്ത് അടുത്ത് എവിടെയെങ്കിലും മാളങ്ങളുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് ആ മാളങ്ങളെ നശിപ്പിക്കുക. ഞാൻ നേരത്തെ കുറച്ചു മുമ്പ് വേറൊരാളിൻ്റെ അടുത്ത് ഈ എലിവിഷം, കൊഞ്ചുപൊടി, സിങ്ക് ഫോസ്ഫൈഡ് എല്ലാം കൂടെ ചേർത്തുള്ള അത് കേട്ടിരുന്നെങ്കിൽ അത് പ്രയോഗിച്ചു നോക്കാം. ഇത് കൂടാതെ
എന്താണെന്നുള്ള ഒരു മാർഗം. ഇത് മോളിൽ കൂടി വരുന്ന അടി കൂടി അടി കൂടെ അത് തന്നെ നമ്മളിപ്പോ അത് കാണുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. നമ്മളത് കൊല്ലുകയും അതേപോലെ അതിന്റെ ഇടയിൽ ഇടയ്ക്ക് മഞ്ഞളൊക്കെ നട്ടു കൊടുത്താൽ, കുറച്ച് ഇഞ്ചിയൊക്കെ നട്ടു കൊടുക്കാമെങ്കിൽ ഇതിനൊരു ചെത്തിക്കൊടുവേലി, രാമച്ചം, ഇതൊക്കെ അടുത്തടുത്ത് എവിടെയെങ്കിലുമൊക്കെ നട്ടു കൊടുത്താൽ ഇതിനൊരു അതിൻ്റെ ഒരു റിപ്പല്ലൻ്റ് എഫക്റ്റ് പോകും. അപ്പോൾ എലി വിഷം വയ്ക്കുന്നത് നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം വയ്ക്കാൻ. സിങ്ക് ഫോസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ എലി വിഷം വളരെ സൂക്ഷിച്ച് നമ്മളൊരു പ്രീ ബീറ്റിംഗ് തീറ്റ മാത്രം വെച്ചിട്ട് അത് കഴിഞ്ഞ് തീറ്റ വയ്ക്കുന്നു. തീറ്റ മാത്രം 1-2 ദിവസം വെച്ച ശേഷം വിഷവും കുറച്ച് വെച്ച് തീറ്റ വെച്ച് മറുപടി പറഞ്ഞതുകൊണ്ട് അതെ നേരത്തെ പറഞ്ഞ അതേ ആ രീതിയിലൊന്ന് പ്രയോഗിക്കാം. അത് മാത്രമല്ല ഒരാൾ മാത്രം ചെയ്താൽ പോരാ, ചുറ്റുവട്ടത്തുള്ള മറ്റുള്ളവരും കൂടെ ചെയ്യണം. ഒരു കൂട്ടായ്മ വേണം, എന്നാൽ മാത്രമേ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂ. സാർ, ഇതിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ചില നാടൻ പ്രയോഗങ്ങളില്ലേ, ഇപ്പം മാളത്തിൽ പുകയേറ്റുക, അതെ, പടക്ക് കത്തിച്ചതിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ എത്രത്തോളം ഫലവത്താണോ? ഒരു പരിധിവരെ അത് ലോകമെമ്പാടും ഇപ്പം മനുഷ്യൻ കൃഷി തുടങ്ങിയതിന് ശേഷം ഒരു 9000-10000 വർഷം തൊട്ട് എലി ശല്യം ഉണ്ട്. അപ്പോൾ ഇത്രയും വർഷത്തെ നാട്ടറിവുകൾ പലതും ഉണ്ടോ, പല ടൈപ്പിലുള്ള ഇങ്ങനത്തെ പ്രയോഗങ്ങളുണ്ട്. ഇപ്പം നാട്ടറിവുകൾ തന്നെ ചിലതൊക്കെ ഇപ്പം നേരത്തെ പറഞ്ഞ പോയിക്കുന്ന കാര്യം. പിന്നെ വേറെ ഇപ്പോൾ സിമൻറ്റും ശർക്കരയും കൂടെ മിക്സ് ചെയ്തിട്ട് വളരെ ഡ്രൈ ആയിട്ട് വയ്ക്കുക. ഈ സിമൻറ്റും ശർക്കര ഉള്ളതുകൊണ്ട് അതങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ സിമൻറ്റ് വയറ്റി കട്ടിയായി എലിയൊക്കെ വലിയ ബുദ്ധിമുട്ട് വന്നാൽ അങ്ങനെ പോകുന്നു. പഞ്ഞിയും ശർക്കര, പിന്നെ ചില സസ്യങ്ങളുണ്ട്, ഇപ്പോൾ ശീമക്കൊന്നയുടെ പട്ട, പിന്നെ കാഞ്ഞിരത്തിൻ്റെ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളെടുത്ത് തിളപ്പിച്ച് നമ്മൾ തീറ്റയുമായിട്ട് മിക്സ് ചെയ്ത് ശർക്കരയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എലികൾ ചത്തുപോകും. വളരെ രസകരമായ, പക്ഷേ അത് വളരെ ക്രൂവലായിട്ടുള്ള മെത്തേഡ് വരെ ഉണ്ട്. എലികളെ പിടിച്ച് ഇവരെ കെണികളൊക്കെ വെച്ച് എലികളെ പിടിച്ച ശേഷം പിടിച്ച ശേഷം ആ എലികളെ ബോധം കെടുത്താനായിട്ട് എന്തെങ്കിലും ആഹാരം കൊടുത്തിട്ട് എലികളെ പുറത്തെടുത്തിട്ട് ബോധം കെട്ട എലികളുടെ പൃഷ്ഠഭാഗം ഉണ്ടല്ലോ, അത് ഏനസ്, അത് മലദ്വാരം സ്റ്റിച്ച് ചെയ്യും, തച്ച് കളഞ്ഞിട്ട് ഈ എലികൾ ബോധം തെളിയുമ്പോൾ ഇഷ്ടംപോലെ ആഹാരം കൊടുക്കും. ആഹാരം കൊടുത്തിട്ട് പുറത്ത് വിടും. പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കണം, ശ്രദ്ധിക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് അങ്ങ് ഭ്രാന്ത് പിടിക്കും, കൂടെ ഉള്ള എലികളെ കടിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്രൂവൽ ടെക്നിക്സ് ഉണ്ട്. പക്ഷേ ഇതിനേക്കാളും ഒക്കെ വളരെ നാട്ടറിവുകൾ, ഇങ്ങനെയൊക്കെയുള്ള മെത്തഡോളജി പറഞ്ഞതിനേക്കാളും വളരെ രസമായിട്ട് നമ്മൾ ലിറ്ററേച്ചറോ അല്ലെങ്കിൽ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പല ടൈപ്പ് കെണികൾ ഈ ആദിവാസികളും തൊട്ട് ബാക്കിയുള്ളവരെല്ലാം പല ടൈപ്പ് മുളയിലുള്ള കെണികളും, പാട്ട് അടിവില്ല്, ഈ കല്ല് വെച്ചുള്ള കെണികൾ, ചട്ടിക്കെണി, മുളയിലുള്ള ഈ അടിവില്ല് ടൈപ്പ്, ന്യൂസ് ട്രാപ്പ് എന്ന് പറഞ്ഞ കുരുക്ക് വിടുന്ന കെണികൾ, പല മോഡലിൽ പണ്ടത്തെ പല രാജ്യങ്ങളുടെ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാം. ഒരുപാട് ടൈപ്പ് നാട്ടിലുള്ള ട്രാപ്പുകളുണ്ട്, ഇൻഡിജിനസ് ആയിട്ടുള്ള കെണികൾ പലതും. അതുപോലെ ഇതിൻ്റെ നമ്മൾ എലികളുടെ ആക്രമണം തടയുന്നതിന് എന്തൊക്കെ ഒരു കൃഷിക്കാരൻ ചെയ്യാൻ പറ്റും? വെരി ഗുഡ്, അത് നല്ലൊരു ചോദ്യമാണ്. തടയുന്നത് കൃഷിക്കാരൻ മാത്രമല്ല, കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൊമസ്റ്റിക് ആയിട്ടും ഡൊമസ്റ്റിക് അതാണ് ഈ വീടും കൃഷിയും തൊടിയും എല്ലാം കൂടി. ഇപ്പം നമുക്ക് കേരളത്തിൽ ഒരു റൂറൽ, ഒരു പ്യുവർ കാർഷിക മേഖലയും സിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഒരു പെരിയർബൻ എല്ലാം കൂടെ മെർജ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഈ ഏറ്റവും ഒരു സംയോജിതമായിട്ടുള്ള നിയന്ത്രണ മാർഗ്ഗങ്ങളെ പറ്റും. അതായത് നമ്മൾ ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇപ്പോൾ പല മെത്തേഡ് നമ്മൾ പറയുന്നെങ്കിലും ഇപ്പോൾ ഫിസിക്കൽ മെത്തേഡ്, കെമിക്കലുണ്ട്, നോൺ കെമിക്കലുണ്ട്. ഈ ഫിസിക്കൽ എന്ന് പറയുന്നത് ഭൗതിക നിയന്ത്രണ മാർഗ്ഗമുണ്ട്, പിന്നെ മെക്കാനിക്കൽ എന്ന് യാന്ത്രിക നിയന്ത്രണമുണ്ട്, കാർഷിക നിയന്ത്രണ മാർഗ്ഗമുണ്ട്, ജൈവിക നിയന്ത്രണമുണ്ട്. അത് കഴിഞ്ഞാണ് കെമിക്കൽ. ഈ ആദ്യം പറഞ്ഞ നോൺ കെമിക്കൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പരിസര ശുചിത്വം, ഫിസിക്കലിൽ അത് വരും. അതായത് നമ്മൾ ഒന്ന് എലി റോഡൻ പ്രൂഫിങ്. ഇപ്പോൾ വീടുകളിലോ നമ്മൾ വളരെ വാല്യുബിളായിട്ടുള്ള കമ്പ്യൂട്ടറോ മറ്റ് എലി കയറാൻ നോക്കും. നമ്മളിപ്പം കാർഷിക മേഖലകളിൽ വളരെ ഹൈടെക് വലിയ ക്വാളിറ്റിയുള്ള ചെടികളൊക്കെ ഇമ്പോർട്ട് ചെയ്ത് നഴ്സറിക്കാരൻ എലി ശല്യം ഉണ്ടായി ഒരുപാട് നഷ്ടം വരും. അപ്പോൾ റോഡൻ പ്രൂഫിങ് ചിലവേറിയതാണ് റോഡൻ പ്രൂഫ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എലി കയറാതെ തടയുക, അതാണ് ഫിസിക്കൽ. പിന്നെ ഗോഡൗണുകളൊക്കെ നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡായിട്ട്, അപ്പോൾ എലി കയറാതിരിക്കാൻ അങ്ങനെയൊക്കെയുള്ള. പിന്നെ വീടുകളിൽ നേരത്തെ പറഞ്ഞ പോലെ ഗുഡ് ഹൗസ് കീപ്പിംഗ് എന്ന് പറയും, അതായത് ശുചിത്വം.
നമ്മൾ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇപ്പോൾ വീട്ടുകാരുടെ അടുത്ത് ഞാൻ ചില സെമിനാറിന് പറയാറുണ്ട്, നമ്മുടെ ബക്കറ്റിലും ഈ അടപ്പുള്ള ബക്കറ്റിലുള്ള ചവിട്ടിയെ തുറക്കുന്ന ബക്കറ്റ്, ആ ബക്കറ്റിനകത്ത് വേസ്റ്റ് ഇട്ട് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വീട്ടിൽ വരുന്ന ബാക്കി വേസ്റ്റുകളൊക്കെ പിറ്റ് നമ്മൾ അതേപോലെ കൊണ്ട് കളയുന്ന വളക്കുഴി, ആ വളക്കുഴി കല്ലൊക്കെ കെട്ടി നമ്മൾ തുറന്നിടാതെ രാത്രി സമയങ്ങളിൽ ആകുമ്പോഴത്തേക്കും നമ്മൾ വേസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരിപ്പ് മണലൊക്കെ അരിയുന്ന അരിപ്പ് പോലെ നമുക്ക് തന്നെ ഓർമ്മ പട്ടിയിലൊക്കെ അടിച്ചുണ്ടാക്കി അത് നടച്ചു വെച്ച് കഴിഞ്ഞാൽ എലി കയറി. പിന്നെ ഇപ്പോൾ ബോൻഡോസും നമ്മൾ കോമ്പൗണ്ടൊക്കെ ഉള്ള ഒരു വീടാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജൈവിക നിയന്ത്രണത്തിന് പട്ടിയുടെ നായ്ക്കൾ പൂച്ച വളരെ എഫക്റ്റീവാണ്. വളരെ നമ്മളെ മാത്രം ശ്രദ്ധിക്കുന്നതല്ല, എലികളൊക്കെ ഓരോ എലിയെ അടുപ്പിക്കില്ല. പൂച്ചയും നമ്മൾ പൂച്ചയെ കളിയാക്കി ഇപ്പോൾ പൂച്ചകളൊന്നും പിടിക്കുന്നില്ല എന്ന് പറയുന്നത് ദേ ആർ എഫക്റ്റീവ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുക, ഈ ശുചിത്വം പാലിക്കുക. അതേപോലെ മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ ട്രാപ്പുകൾ ഉപയോഗിക്കാം. ഇപ്പോൾ ട്രാപ്പുകൾ ഉപയോഗിച്ച് പിടിച്ചു കൊല്ലുക. നമ്മൾ പ്രിവെൻറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഫിസിക്കൽ, അതേപോലെ കാർഷിക മുറകളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് തെങ്ങിൽ വാസസ്ഥലം തെങ്ങിൽ നമ്മൾ കയറുന്നില്ല. തെങ്ങിൻ്റെ മുകളിൽ ഇപ്പോൾ വീടുകളുണ്ട്. ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ നമ്മൾ പലപ്പോഴും പോയി വീടുകളിൽ ഓടിട്ട വീടുകളൊക്കെ എലി ശല്യമുണ്ട്. തൊട്ടടുത്ത് തെങ്ങുകളുണ്ടെങ്കിൽ തെങ്ങിൻ്റെ ഓലയും ഇതുണ്ട്. ഈ ഹൗസ് റാറ്റ് വലിയ ചെയ്യണം വീട്ടെലി. വീട്ടിൻ്റെ തട്ടിൻ്റെ മുകളിൽ കാണും. തട്ടിൻ്റെ മുകളിൽ നമ്മൾ കയറി വൃത്തിയാക്കുമ്പോൾ ചാടി തെങ്ങിൻ്റെ മുകളിൽ താമസിക്കും. തെങ്ങ് മണ്ട വൃത്തിയാക്കുമ്പോൾ അപ്പോൾ അങ്ങോട്ട് അങ്ങനെ വരുമ്പോൾ ഓലയൊക്കെ ക്ലീൻ ചെയ്ത് ചാടി പോകാതെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൻ്റെ ഒരു വംശം കൂടുതൽ പെരുകുന്നതാണല്ലോ. അതിന് അനുയോജ്യമായ സാഹചര്യം എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും? അതാണ് കറക്റ്റ്. അത് വരുമ്പോഴത്തേക്കും അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന് ആഹാരം, ഇതിന് എവിടെയാണ് നമ്മൾ ആഹാരം വരുന്നത് നമ്മൾ ഞാൻ നേരത്തെ മാലിന്യങ്ങൾ നമ്മുടെ വളരെ സിറ്റിയിലൊക്കെ മാലിന്യങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കുമാണ് എലി ശല്യം കൂടെ. മാത്രമല്ല ഒരു പരിധി കഴിഞ്ഞാൽ എലികൾ പെറ്റുപെരുകി കഴിഞ്ഞാൽ പ്ലേഗ് പോലെ രോഗങ്ങളും വേണമെങ്കിൽ വരാം. എലി പരത്തുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ മാമലാണ്, മനുഷ്യനെ പോലെ മുലയൂട്ടുന്ന ജീവിയാണ്. അപ്പോൾ ബ്ലഡ് റിലേറ്റഡ് ഡിസീസസ് 10-30 ഡിസീസ് പെട്ടുപോയാൽ നമ്മളത് ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. അപ്പോൾ നമ്മൾ ഒരു പ്രിവെൻറ്റീവ് എന്ന പ്രിവെൻഷൻ തന്നെയാണ് ബെറ്റർ. നമ്മൾ ആ എലിക്ക് കഴിയാറായി വരുന്നു. ഏതായാലും ഇന്നത്തെ ഒരു വിഷയം വളരെ പ്രസക്തമുള്ള വിഷയമാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എലിയെ സംബന്ധിച്ച് കിടന്ന ഭാഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. മറ്റ് ജീവികൾക്കും മനുഷ്യനൊന്നും ഒരു വിധത്തിൽ അത് ബാധിക്കാത്ത രീതിയിൽ തന്നെ ചെയ്യണം. അതേസമയം തന്നെ ഇപ്പോഴും പരമ്പരാഗതിയിൽ പണ്ടൊക്കെ ഇവിടെ എലികൾ പിടിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തലമുറയൊക്കെ ഇപ്പം പോയി കഴിഞ്ഞു. തീർച്ചയായിട്ടും നമുക്കിത് വളരെ എലി ബുദ്ധിയുള്ള ജീവി എന്നതുകൊണ്ട് തന്നെ വളരെ തന്ത്രപൂർവ്വം തന്നെ നിയന്ത്രിക്കണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾ സാറുമായിട്ട് വീണ്ടും ചോദിക്കാം. സാറിൻ്റെ വിലാസം പറയുകയാണ്. ഡോക്ടർ സി നന്ദകുമാർ, സാന്ദ്രം, TC 66/116-1, വണ്ടിത്തടം, പാച്ചല്ലൂർ, തിരുവനന്തപുരം 695027. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ 9387813442. മറ്റൊരു വിഷയമായി വീണ്ടും അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.